വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ടേബിൾ മേക്ക് ഓവർ വീഡിയോ ആണ്. ഇതൊരിക്കലും ഒരു കംപ്ലീറ്റ് എസ്തറ്റിക് വീഡിയോ ആണ്, ക്യൂട്ട് വീഡിയോ ആണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എൻ്റെ അടുത്തുള്ള ഓരോ സാധനങ്ങളും ഞാൻ ഇതിനകത്തോട്ട് കുത്തിരിക്കി വെക്കുന്ന വീഡിയോ ആണ്. ഇനി ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ഒരു ലൈറ്റും ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തതാണ് ആദ്യം തന്നെ. ഞാൻ കുറേ കാലത്തിന് ശേഷം ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ടേബിളാണ്. ആൻഡ് യു നോ ഗൈസ്, ഐ എം സോ എക്സൈറ്റഡ്. ഈ ഒരു ടേബിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരുപാട് റാക്കുകളും നമുക്ക് ഇതിനകത്തുണ്ട്. ഉള്ളിൽ തന്നെ 2 റാക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നൊരു പാർട്ടും ഉണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് 2 ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന റാക്കും കൂടി ഉണ്ട്. എൻ്റെ കയ്യിൽ അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ ഇതിനകത്ത് കൊള്ളിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടേബിൾ എത്തിയപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് കൊള്ളിക്കാൻ പറ്റുന്നൊരു ഹോപ്പ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാണ്ട് ബാക്കിയായിട്ട് വരുന്നത് 3 റാക്ക്, അതായത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഷെൽഫുകളാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന 2 ഡ്രോയറും എൻ്റെതല്ല, എൻ്റെ അനിയത്തിയുടെ റൂമിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അതായത് അവളുടെ ബെഡിൻ്റെയാണ്. അപ്പോൾ ഇതിനകത്താണ് എൻ്റെ സാധനങ്ങളുള്ളത്. ഇതൊക്കെ ഇതിനകത്തോട്ടൊക്കെ മാറ്റി വെക്കലാണ് എൻ്റെ ടാസ്ക്. No place I'd rather be than here with you. That's all I need. There's no one I'd rather see close to me. That's all I need. If I could stay here, then I will stay here forever. If you're meant to, then let's be. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158 159
There's no place I'd rather be than here with you. That's all I need. There's no one I'd rather see close to me. That's all I need. If I could stay here, then I will stay here forever. If you're meant to, then let's be a mess together.
There's no place I'd rather be than here with you. That's all I need. There's no one I'd rather see close to me. That's all I need. If I could stay, then I will stay here forever. If you're meant to, then let's be the best together. ഈ ടേബിൾ മേക്ക് ഓവർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പം ഞാൻ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ കുത്തി തിരികെ വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം വൃത്തിയാക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വെക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും. നിങ്ങളിപ്പോൾ ഒന്നും അത് കണ്ട് തീരാനും പോകുന്നില്ല. ആൻഡ് മോർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് മടുക്കുകയും ചെയ്യും, ബോറിംഗ് ആയി ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെ എവിടെയൊക്കെ വെച്ചു എന്ന് മാത്രം ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ വലിയ ഇൻട്രസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്താണെങ്കിലും പിന്നെ ആയപ്പോൾ നല്ല മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു കുഞ്ഞ് ടേബിൾ ഉണ്ടല്ലോ, ഇത് എനിക്ക് മിനി സ്വിങ് മെഷീൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് കിട്ടിയതാണ്. ഇത് ഞാനിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ടേബിളിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഇതാണ് എൻ്റെ ബുക്ക് മാർക്ക് കളക്ഷൻ. ബുക്ക് മാർക്ക് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട. ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് ടാഗുകൾ, നല്ല ക്യൂട്ടായിട്ടുള്ള ടാഗുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് എൻ്റെ ബുക്ക് മാർക്ക് ആക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ അത്യാവശ്യം കൂടുതൽ ബുക്സ് ഉണ്ട്. There's no place I'd rather be than here with you. That's all I need. There's no one I'd rather see close to me. That's all I need. If I could stay, then I will stay here forever. If you're meant to, then let's be the best together. ഇനി ഞാൻ എന്തൊക്കെ എവിടെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തുള്ളത് ഞാൻ യൂസ് ചെയ്യാണ്ട് വെച്ച കുറേ പെൻസിൽസും പെന്നും ഒക്കെയാണ്. അതായത് പുതിയതൊക്കെ വാങ്ങിച്ച് വെക്കുമല്ലോ. പിന്നെ ഈ കാണുന്ന മാർക്കർ ഞാൻ എൻ്റെ ചെറിയ ക്ലാസ്, അതായത് 6th പഠിക്കുന്ന സമയത്ത് മറ്റും വാങ്ങിച്ച് വെച്ചതാണ്. ഇപ്പോഴും അതങ്ങനെ തന്നെയുണ്ട്. ഇനി ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ആ ടേബിൾ തന്നെയാണ്. പിന്നെ ഇത് എൻ്റെ ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് വെക്കാറുള്ളത് കേട്ടോ. കാരണം അത്യാവശ്യം ഇൻസെക്റ്റും പൊടിയും കാര്യമെല്ലാം അതിനകത്തോട്ട് കയറുന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ബുക്ക് മാർക്കും കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്തുള്ളത് എൻ്റെ സ്റ്റിക്കി നോട്ട്സൊക്കെയാണ്. അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതും ഉണ്ട്, അതുപോലെ തന്നെ വാങ്ങിക്കുന്നതും ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ വൈഫൈ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ചെറിയ ചെറിയ പോക്കറ്റ് നോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. അതിലും DIY ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. There's no place I'd rather be than here with you. That's all I need. ഇതെനിക്ക് എൻ്റെ അനിയത്തി ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ. പേപ്പർ ഹോൾഡറാണ്. പിന്നെ ഇതെൻ്റെ ഷാർപ്നറാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ഷോന് വെക്കുന്നതാണ്. പിന്നെ ഇത് എന്ന് പറയുന്നത് മുന്നേ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന കുറേ സിസേഴ്സിൻ്റെ സെറ്റൊക്കെ ഉണ്ടല്ലോ, ഡിഫറെൻറ്റ് ഷേപ്സിലൊക്കെ വരുന്നത്, അതാണ്. പിന്നെ അതിൻ്റെ ഹോൾഡർ എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇനിയാണ് മെയിനായിട്ട് ലൈറ്റായിട്ടുള്ള എൻ്റെ 3 ഷെൽഫിലും ഞാൻ എന്താ വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കീ ചെയിൻ കളക്ഷൻസാണ്. അത് കൂടാണ്ട് ഞാൻ കുറേ വാങ്ങിച്ച് വെച്ച വൈറ്റ്നറൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. കീ ചെയിൻസൊക്കെ എനിക്ക് വാങ്ങിച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ സാധനം എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെയുള്ളത് ബഡ്സാണ്. ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് കുറേ വുഡൻ നൈഫും സ്പൂൺസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് എൻ്റെ ബ്രഷ് പെൻസാണ്.
place I'd rather be. And here with you, that's all I need. There's no one I'd rather see close to me. That's all I need. If I could stay, then I will stay here forever. If you're meant to, then let's be a mess together. ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ സൂക്ഷിച്ച് വെച്ച സാധനങ്ങളാണ്. ഇതൊക്കെ ഇപ്പോൾ തുറക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്നൊക്കെ ഞാൻ കാണുന്നത് തന്നെ. There's no place I'd rather be. And here with you, that's all I need. There's no one I'd rather see close to me. That's all I need. If I could stay, then I will stay here forever. If you're meant to. ഈ കാണിക്കാൻ പോകുന്ന സാധനം ഞാൻ എന്തിനാണെന്നറിയില്ല, ഒരുപാട് ദിവസങ്ങളെടുത്തിട്ട് ചെയ്ത് തീർത്ത സംഭവമാണ് ഷിൻചാൻ സ്റ്റിക്കർ കളക്ഷൻ. ഇതിനകത്ത് ഷിൻചാനിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരെയും തന്നെ പറയാം. എന്തിനാണ് ഞാൻ ഉണ്ടാക്കിയതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ കുറേ ദിവസം എടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. ഒരു ബോക്സ് ആക്കിയിട്ടൊക്കെ സ്റ്റോർ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ദിവസം എടുത്തിട്ടാണല്ലോ കംപ്ലീറ്റ് ചെയ്തത്, അതുകൊണ്ട് ബോക്സ് ഒന്നും ഉണ്ടാക്കാനുള്ള ക്ഷമയൊന്നും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും എന്തായാലും. ആ ടൈമിൽ എനിക്കൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. No place. ഈ കാണുന്നതാണ് എൻ്റെ ഫേവറേറ്റ് ബോക്സസ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ കാണുന്ന കുറേ കുഞ്ഞു ബോക്സുകൾ കാണുന്നുണ്ടല്ലോ, അതാണ് എൻ്റെ ക്ലേ. ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങിച്ച് കൂട്ടി വെച്ചതുണ്ടോ. ഞാനിതൊന്നും ഇങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല, വല്ലപ്പോഴും ബോറടിക്കുമ്പം യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളിപ്പം കാണാൻ പോകുന്നതാണ് എൻ്റെ ഫേവറേറ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് എൻ്റെ ഓൾമോസ്റ്റ് കുറേ സാധനങ്ങളുള്ളത്, ലൈക്ക് സ്റ്റേപ്പർ, പിന്നെ പേപ്പർ പഞ്ച്, അതുപോലെ തന്നെ ഗ്ലൂ, പിന്നെ പേപ്പർ ക്ലിപ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്താണ് ഉള്ളത്. ഇപ്പം ഞാൻ കാണിക്കുന്ന സാധനം സത്യം പറഞ്ഞാൽ നെയിലാർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാനതൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വല്ല ജേർണലിങ്ങിനോ കാര്യങ്ങൾക്കാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റെൻസിലൊക്കെ ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം. ഇത് അതിനകത്ത് ഇങ്ങനെ വെറുതെ കിടക്കുന്ന കാണാനൊരു ഭംഗിയാണല്ലേ. പിന്നെ ഈ റെഡ് ബോക്സിനകത്താണ് ഞാൻ എൻ്റെ സെല്ലോ ടേപ്പും വാഷി ടേപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഉള്ളത് ഞാൻ യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്ന പെൻസിൽ ബോക്സും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യാനായിട്ട് പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള പൗച്ചും പെൻസിൽ ബോക്സൊക്കെയാണ് ഞാൻ അതിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ പിന്നെ എൻ്റെ എല്ലാത്ത കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ടൈമോ ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അടിയിലത്തെ 2 ഷെൽഫിനകത്തും ഞാൻ വെച്ചിട്ടുള്ളത് എൻ്റെ ബുക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒന്നിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കുന്ന ഫയലും അതുപോലെ എൻ്റെ കയ്യിലുള്ള എല്ലാ ഡയറീസും ഞാൻ അതിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇയർഫോൺ, ചാർജർ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ എൻ്റെ ജേർണലിങ്, ഡയറി, അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെക്കുന്ന ബുക്ക്, അതുപോലെ തന്നെ എൻ്റെ ഡ്രോയിങ് ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്തുകൊണ്ടാണ് വെച്ചിട്ടുള്ളത്. There's no place I'd rather be. And here with you, that's all I need. അപ്പോൾ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പ്ലാനൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലാൻ ഉണ്ടാകുമ്പോൾ കാണാൻ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ എൻ്റെ ടേബിൾ മേക്കോവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ അതൊക്കെ മാറ്റി എൻ്റെ ട്രോഫീസൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണ് നൈറ്റിലെ വ്യൂ എന്ന് പറയുന്നത്. അപ്പം ആദ്യം എൻ്റെ ടേബിൾ ഇതുപോലെ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ടേബിളിനെ ഞാൻ മാറ്റിയിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.